പണ്ട് ഈ വാദ്യം കേരളത്തിൽ മാത്രമാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവൻ ഈ വാദ്യോപകരണത്തിൻ്റെ ശബ്ദം ആസ്വദിക്കുന്നവരാണ്. കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പൊരിപ്പോപ്പ് ചാനലിൻ്റെ ഈ സെഗ്മെൻറ്റിൽ ഇന്ന് ഞാൻ RLV മഹേഷ് കുമാർ. പതിനെട്ട് വാദ്യങ്ങളും ചെണ്ടയ്ക്ക് കീഴേ എന്ന് പറയുമ്പോൾ തന്നെ ഈ വാദ്യത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാം മനസ്സിലാവില്ലേ? ചെണ്ടയുടെ ശബ്ദം കേട്ടാൽ തന്നെ തിരിഞ്ഞു നോക്കാത്ത ആരാ ഉള്ളത്? പണ്ട് കൂടുതലായിട്ട് കേരളത്തിലാണ് ഇത് പ്രയോഗിച്ചു വരുന്നതെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവൻ ഈ വാദ്യത്തെയും ഈ വാദ്യം പ്രയോഗിക്കുന്ന ആൾക്കാരെയും സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. 14-ാം വയസ്സിൽ തുടങ്ങിയ ചെണ്ടയുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആസ്വാദകരെ ആനന്ദത്തിൽ ആറാടിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞു വന്നത്, കൈയുടെ വേഗതയും മനസ്സിലെ താളവും ചെണ്ടയിലൂടെ പ്രവഹിക്കുമ്പോൾ എത്ര വലിയ ജനക്കൂട്ടത്തെയും നമുക്ക് ആനന്ദത്തിൻ്റെ പാരമ്യത്തിലെത്തിക്കാൻ സാധിക്കും. എൻ്റെ ചെണ്ടയിലെ ആദ്യത്തെ ഗുരുനാഥൻ കലാമണ്ഡലം കേശവപുതോൾ ആശാനാണ്. അതിനുശേഷം RLVയിൽ ചേർന്നപ്പോൾ കൊട്ടാരം സുബ്രഹ്മണ്യൻ നമ്പൂരി ആശാനും കലാമണ്ഡലം രാമൻ നമ്പൂരി ആശാനുമായിരുന്നു. 37 വർഷമായി ഞാൻ ചെണ്ട എന്ന ഈ വാദ്യോപകരണത്തെ തോളിലേറ്റിട്ട് ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമായി ഒരുപാട് പേർ ഈ വാദ്യത്തിൻ്റെ രസം കണ്ട് ഇഷ്ടം കൂടി ഇപ്പോൾ എന്നോടൊപ്പം കൂടിയിട്ടുണ്ട്. പണ്ടത്തെക്കാൾ ഉപരിയായി ഇപ്പോൾ ധാരാളം സ്ത്രീകളും ചെണ്ട എന്ന ഈ വാദ്യത്തെ സ്നേഹിച്ച് പഠിക്കാനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇനിയും ധാരാളം ആൾക്കാർ ഈ വാദ്യത്തെ സ്നേഹിച്ച് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പാഷനായിട്ടാണ് ഈ വാദ്യോപകരണമായിട്ടുള്ള ആത്മബന്ധം ഞാൻ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ എൻ്റെ ജീവിതമാർഗമാണ് എന്ന് പറയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പറയാനൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ഈ വാദ്യം പഠിക്കാനായിട്ട് മുന്നോട്ട് വരട്ടെ എന്നും അവർക്ക് എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരിയായി കലാപരമായിട്ടും ജീവനോപാധിയായിട്ടും മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചെണ്ടയുമായിട്ടുള്ള എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ മർമ്മം താളത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഞാനൊരു മേളം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മർമ്മതാളത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഒന്ന് 1 2 1 2 3 1 2 3 4. ഇത് മറിച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ മർമ്മമേളം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 2015 അത് മനോരമ മ്യൂസിക് CD ആക്കി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.